ഇപ്പോൾ ഒരു കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുംഭമേളയിൽ തീപിടുത്തം 2 തവണ ഈ തിക്കും തിരക്കിൽ ആൾക്കാർ മരിക്കുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ കാര്യങ്ങൾ വളരെ ശോചനീയമാണ്. കാരണം ഈ ഒരു അലഹബാദ് എന്ന് പറയുന്ന ഈ ഒരു ഉണങ്ങിയ നഗരം ഉണ്ടല്ലോ, വെറും പറയുമ്പോൾ നഗരം എന്ന് പറയാമെങ്കിലും ഇത് ജസ്റ്റ് ഉണങ്ങിക്കിടക്കുന്ന ഒരു പട്ടണം മാത്രമാണ്. അതിലേക്കാണ് 1.5-2 കോടി ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ആ സ്ഥലത്തിന് യാതൊരു വെടിപ്പും വൃത്തിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. കാരണം ഈ ഗംഗയുടെ തീരത്തൊക്കെ കുറെ കാലങ്ങളായിട്ട്, 100 കണക്കിന് വർഷങ്ങളായിട്ട് ഈ സന്യാസിമാരും ഉടിതോണില്ലാത്തവരും കുളിക്കാത്തവരും പാമ്പിനെ തിന്നുന്നവരും ശവത്തിനെ തിന്നുന്നവരൊക്കെ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൃത്തി എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല. അല്ലെങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെയാണ് ഈ ഗംഗയിലേക്കാണ് എല്ലാ മാലിന്യവും, കക്കൂസ് മാലിന്യം മുഴുവൻ നഗരത്തിലെയും അല്ലാത്ത നഗരത്തിലും ഒക്കെ തന്നെ പോയിട്ട് കൊട്ടുന്നത് ഈ ഗംഗയിലേക്കാണ്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ മഹാവൃത്തികളായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ വൃത്തിയില്ലല്ലോ, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എന്തായാലും ഒക്കെ വൃത്തിയില്ല. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതിലേക്കാണ് 1.5 കോടി ആൾക്കാർ, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തീരെ വൃത്തി എന്ന് പറയുന്ന സാധനം സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അങ്ങനെ വൃത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു സിസ്റ്റവും ഇല്ല, ഒരു അടുക്കും ചിട്ടയോ സിസ്റ്റമോ ഒരു സുരക്ഷയോ ഒന്നും തന്നെ ഇല്ല. ഈ ആൾക്കാർ വരുന്നു സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വന്നു പോയിക്കോളൂ, അതാണ് സ്ഥിതി. അങ്ങനെ ഇപ്പോൾ 58 ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നത് 500 ആളെങ്കിലും മരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ തിരക്കാണ് അവിടെ വന്നത്. അതിന്റെ വീഡിയോകളൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കാണാം. കാരണം അത് യൂട്യൂബിൽ ഇടാൻ പറ്റൂല, അങ്ങനത്തെ വീഡിയോകളാണ്. പിന്നെ ഈ തിക്കും തിരക്കിലും പെട്ടിട്ട് സ്ത്രീകളുടെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു പോയിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ പലതും നടക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നായിക്കണം, അങ്ങനെ ആകെ ഇടകലർന്നിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ പലതും ആ തിരക്കിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ പോട്ടെ. അങ്ങനെ ഇപ്പോൾ മരണം ഒരുപാടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. പക്ഷെ ഗോദി മീഡിയകൾ ഇത് മറച്ചു വെക്കാനാണ് ഇപ്പോൾ പെടാപാടുപെടുന്നത്. ഒരു സ്ഥലത്തും ഈ വാർത്ത കാണിക്കുന്നേ ഇല്ല. അവരുടെ വാർത്ത കണ്ടാൽ ആ കുംഭമേളയിൽ എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷേ അവിടുത്തെ യാഥാർത്ഥ്യം മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സിലൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ സഹിതം കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം മൂക്കില്ല രാജ്യത്ത് മുറിമുക്ക രാജാവ് പറഞ്ഞ പോലെയാണ് ഈ ഭരണാധികാരികൾ എന്ന് പറയുന്ന ഈ തിരഞ്ഞെടുപ്പ് അഴിമതിയിൽ കൂടെ വന്ന ആൾക്കാർ. അവർക്ക് ജനങ്ങളൊരു പ്രശ്നം തന്നെയല്ല, കാരണം അവർ വോട്ട് ചെയ്തിട്ടല്ലല്ലോ ഭരിക്കുന്നത്. അവരവരുടെ രീതിയിൽ എന്തൊക്കെയോ സുഖിച്ചിട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവിടെ സന്ദർശിച്ച ഒരു സ്ത്രീ തന്നെ പറയുന്ന 2 വാക്ക് കേട്ടു നോക്കാം. इधर पॉटी अच्छी कैसे वो गुटके के पैकेट बॉटल सब ठीक था, पॉटी करी हुई है यार. അവിടെ വരുന്നവരെല്ലാവരും തന്നെ ഈ പാൻപറാഗ് അടിച്ചിട്ടും പിന്നെ ഓരോ സാധനങ്ങൾ തിന്നിട്ട് അതിന്റെ കച്ചറിയും അതൊക്കെ ഇടുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ 1.5 കോടി ആൾക്കാർക്ക് തൂറണല്ലോ, അപ്പിടണ്ടേ, തിന്നുന്ന സാധനമൊക്കെ പുറത്തേക്ക് പോകണല്ലോ. അത് മുഴുവൻ ഈ 1.5 കോടി ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് അപ്പിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നടക്കാൻ പോലും പറ്റൂല. പിന്നെ വെള്ളത്തിലാണ് എല്ലാവരും ഇടുന്നത്. അങ്ങനെ വെള്ളത്തിലൊക്കെ മൊത്തം ഈ അപ്പിയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് സ്ത്രീ പറയുന്നത്. ആകെ വൃത്തികേടാണ്. ഇവിടെയാണ് പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി വരുന്നത്. പാപങ്ങൾ കഴുകിക്കളയും, കൂടെ കുറെ അപ്പി കൊണ്ടുപോകും വീട്ടിലേക്ക്. ആ അവസ്ഥയാണുള്ളത്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം അറിയോ, ഇത് പറയാനൊന്നല്ല. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം, അതായത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രത്തിലെ വൃത്തി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വൃത്തി മാത്രമല്ല, സുരക്ഷയും. അപ്പോൾ അവിടുത്തെ വൃത്തി എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവിടെ ഒരിക്കൽ പോവുകയോ പോവാതിരിക്കുകയോ അല്ലെങ്കിൽ വാർത്തകളിൽ കാണുകയോ ഒക്കെ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ, ലോകവിവരം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടുത്തെ വൃത്തി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതല്ലാത്തവർക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ ഇത് മക്കേശ്വറാണ്, ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നല്ലാതെ അതൊന്നും തന്നെയല്ല. അവിടെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ തന്നെ വൃത്തിയുടെ മതമാണ്. വൃത്തി ഇല്ലെങ്കിൽ പിന്നെ ഇസ്ലാം മതം ഇല്ല. ആ വൃത്തിയുടെ ഭാഗമായിട്ടാണ് അഗ്രചർമ്മം വരെ ഛേദിച്ച് കളയുന്നത്. അല്ലാതെ അത് പെർഫെക്ഷന്റെ ഭാഗമൊന്നല്ല. ചിലർ അങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം ആ തൊലി ഇല്ലാതെ ജനിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അത് തൊലി ഉണ്ടാവുന്നത് ആ ഉണ്ടാവുന്ന സമയത്ത് ഒരു സുരക്ഷയാണ്. അതല്ലാത്ത സമയത്ത് വൃത്തി പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയുന്നത്, വേറെ ഒന്നും തന്നെയല്ല. അപ്പൊ വൃത്തിയുടെ ഭാഗം അത്രക്കും പ്രാധാന്യമാണ്. മാത്രമല്ല 5 നേരം അംഗശുദ്ധി വരുത്തുന്നവരാണ് മുസ്ലിങ്ങൾ. അതോടൊപ്പം തന്നെ 1-2 തവണ ഒരു ദിവസം കുളിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ തന്നെ അത്തർ പൂശും. ഈ അത്തർ പൂശുന്നത് പോലും പരിഹാസമായിട്ടാണ് ആൾക്കാർ പറയാറ്. മാപ്പിളമാർ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അത്തർ പൂശുന്നത് പോലും വൃത്തിയുടെ ഭാഗമാണ്. അപ്പൊ അത്രയും വെടിപ്പും വൃത്തിയുള്ള മനുഷ്യന്മാരാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നവരുടെ ഗതിയാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കഅബയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കഅബയുടെ പരിസരം തന്നെ ഏതാണ്ട് 25-30 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ കൂടുതലുണ്ടാവുള്ളൂ. ഇത് ഈ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ സ്ഥലം മാത്രം വൃത്തിയാക്കാൻ തന്നെ 100 കണക്കിന് ക്ലീനർമാരാണ്. അതും പല തരത്തിലുള്ള
ഉപകരണങ്ങളും യന്ത്രങ്ങളും പിന്നെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പലതരം സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവരിറങ്ങുക. അതും 24 മണിക്കൂറും ക്ലീനിങ് നടന്നുകൊണ്ടേയിരിക്കും. ഷിഫ്റ്റ് മാറി വന്നിട്ട് ക്ലീനിങ് നടക്കും. ഒരു ക്ലീനിങ് സംഘത്തിന്റെ ഡ്യൂട്ടി ടൈം 6 മണിക്കൂറാണ്, 8 അല്ല 6 മണിക്കൂറാണ്. അങ്ങനെ 4 ഷിഫ്റ്റാണ്, 4 ഗ്രൂപ്പ് മാറി വരും. കാരണം അവർ തളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും അങ്ങനെ മാറിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അതിനും സിസ്റ്റമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാബയ്ക്ക് ചുറ്റുമുള്ള ഏരിയ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിൽ എങ്ങനെ ക്ലീൻ ആക്കണം എന്ന് പ്രത്യേക സിസ്റ്റം വഴി ചെയ്യുന്നത് കാരണം തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകാറുമില്ല. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് എല്ലാ ഭാഗവും ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് അവർ മാറുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അവരവരുടെ രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം. അത്രയും സിസ്റ്റമാറ്റിക്കും വൃത്തിയാണ് കഅബയുടെ ചുറ്റുമുള്ളത്. കഅബ പോലും വൃത്തിയാക്കുന്നത് ഈ സൗദി അറേബ്യയിൽ കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും സുഗന്ധദ്രവ്യം ഉപയോഗിച്ചിട്ടാണ് കഅബ തന്നെ വൃത്തിയാക്കുന്നത്. പിന്നെ കഅബ എങ്ങനെ വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണമാണ് ഇവിടെ. ഇതിനേക്കാൾ കൂടുതലാണ് സംഗതികൾ, ഞാൻ ജസ്റ്റ് അത് മാത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇതിൽ പറയുന്നത് സംസം വെള്ളം കൊണ്ടാണ് അവിടെ ഫുള്ള് വൃത്തിയാക്കാറ്, വേറെ ഒന്നും തന്നെയല്ല. സംസം വെള്ളം, അതായത് ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണെന്ന് വിശ്വസിക്കുന്ന ആ വെള്ളം കൊണ്ടാണ് അവിടെ കഴുകുന്നത്. പിന്നെ അതിനുശേഷമാണ് അവിടെ റോസ് വാട്ടർ തളിക്കും. എല്ലാ സ്ഥലത്തും റോസ് വാട്ടർ നന്നായിട്ടാണ് തളിച്ചിട്ട് ആ ഒരു കഅബ നല്ല റോസിന്റെ മണം ഉണ്ടാവും. അതിനുശേഷമാണ് പിന്നെ ഊത്, ഏറ്റവും വിലപിടിപ്പുള്ള ഊത് എന്ന് പറയുന്ന അത്തർ അവിടെ മുഴുവൻ വിതറും. ഓരോ യന്ത്രം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും വിതറും. അപ്പോൾ ഊതിൻ്റെ മണമായി. അതിനുശേഷം പിന്നെ മസ്ക് എന്ന് പറയുന്നതും ഈ സുഗന്ധദ്രവ്യത്തിൽ പെട്ടത് തന്നെയാണ്. പിന്നെ അത് ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങളിലും വീണ്ടും ഇതുപോലെ തന്നെ, കാരണം ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, പിന്നെ വേർക്കുന്നതും, പിന്നെ ചൂടുള്ള രാജ്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേർക്കും ആൾക്കാർ, അങ്ങനെ പല പ്രശ്നമുണ്ട്. അപ്പൊ അത് കാരണം വീണ്ടും മസ്ക് എന്ന് പറയുന്ന അത്രയും സുഗന്ധമുള്ള കാര്യങ്ങൾ അവിടെ പിന്നെ വിതറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ ബാക്ടീരിയകൾ, ഈ ബാക്ടീരിയകൾ മനുഷ്യനെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, യാതൊരു കേടും ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഇനി അഥവാ വല്ല മനുഷ്യന് ഉപദ്രവകാരിയായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ മുഴുവൻ ഭക്ഷിച്ച് കളയും. അങ്ങനത്തെ ബാക്ടീരിയ പ്രത്യേകം തയ്യാറാക്കിയ, പ്രത്യേകം കണ്ടുപിടിച്ച ബാക്ടീരിയകൾ അവിടെ മുഴുവൻ ഓരോ ഭാഗത്തും ആക്കും. അങ്ങനെ അത്രയും ലെയർ ബൈ ലെയർ പ്രൊട്ടക്ഷനാണ് കഅബയിലുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് കഅബയ്ക്ക് ചുറ്റുമുള്ള സ്ഥലമാണ്. ഇനി കഅബയ്ക്ക് പുറത്താണെങ്കിൽ ഇതേപോലെ തന്നെ വളരെയധികം വെടിപ്പും വൃത്തി. എന്ന് വെച്ചാൽ ആ ഒരു പള്ളി ഉണ്ടല്ലോ, ആ പള്ളി മുഴുവൻ ഇതേ രീതിയിലുള്ള പരിപാലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ആ പള്ളിയുടെ പുറമെയുള്ള ഭാഗം, ഇത് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പിന്നെ പറയും വേണ്ട, ശരിക്ക് റോട്ടിലൊക്കെ നമുക്ക് ഭക്ഷണം ഇട്ട് തിന്നാം. അത്രയും വൃത്തിയായിരിക്കും റോഡും കാര്യങ്ങളും, സൈഡും ഫുട്പാത്തും അവിടുത്തെ കടകളും എല്ലതും തന്നെ അങ്ങനെ തന്നെ വൃത്തിയായിരിക്കും. ഒന്നാമത്തത് ഈ ഇന്ത്യയിൽ കാണുന്ന പുറമെ ഈ റോട്ടിലൊക്കെ ഉള്ള വൃത്തികേടല്ലോ, അത് ഈ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോയ പിന്നെ ഭയങ്കര വൃത്തിയാണ്. പുറത്ത് പോലും റോഡ് സൈഡിലൊക്കെ തന്നെ, റോഡ് സൈഡൊക്കെ ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യും. ഇത് മാത്രമല്ല, അതും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അവരുടെ രാജ്യം മൊത്തം മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ മക്ക എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രയാഗരാജ് എന്ന് പറഞ്ഞാൽ ഏലഹബാദ് പോലെ ഒന്നല്ല, അതിൻ്റെയൊക്കെ 100 ഇരട്ടി വലുപ്പമുള്ള സ്ഥലമാണ് ഈ മക്ക എന്ന് പറയുന്നത്. ആ മക്കയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇത്രയും വെടിപ്പും വൃത്തി ഒരു രാജ്യത്തും കാണാൻ സാധിക്കില്ല. അത്രയും വെടിപ്പും വൃത്തിയായിട്ടാണ് ആ ഒരു നഗരം തന്നെ വെക്കുന്നത്. പിന്നെ അതിനുശേഷം അവിടെ വരുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ്. അവർക്ക് അല്ലെങ്കിൽ തന്നെ വൃത്തിയുണ്ട്. കാരണം മതം തന്നെ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണ് വൃത്തി എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ അങ്ങനത്തെ മുസ്ലിങ്ങൾ വരുമ്പോൾ പിന്നെ അത്ര വലിയ ടെൻഷനില്ല. ഇതുപോലെ ഈ പ്രയാഗരാജ് പോലെ നടന്ന് അപ്പിടുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ ഈ വക കാര്യങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യമൊക്കെ വളരെ സുപ്രധാനമായ രീതിയിൽ അതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാവർക്കും തികയുന്ന രീതിയിലുള്ള ഈ കക്കൂസ് സിസ്റ്റങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് അതും യാതൊരു പ്രശ്നമില്ല. ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളമാണെങ്കിലോ ഇങ്ങനെ ഈ മലം ഒഴുകി നടക്കുന്ന വെള്ളമല്ല, നിരവധി തവണ ശുദ്ധീകരിച്ച വെള്ളമാണ് ടാപ്പിലൊക്കെ വരിക. അത് ധൈര്യമായിട്ട് കുടിക്കുകയോ കുളിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. അത്രക്കധികം സുരക്ഷിതത്വമാണ് അവിടെ ഒരുക്കുന്നത്. പിന്നെ സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ പറയാതിരിക്കാനുള്ളത്, അറബ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉന്നതമായ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഒരാളും ഉപദ്രവിക്കില്ല. ഇപ്പോൾ ഈ പ്രയാഗരാജിൽ കാണുന്നത് പോലെ സ്ത്രീകളുടെ വസ്ത്രമൊക്കെ തിരക്കിൽ വിട്ട് ഉരിയ എന്നിട്ട് പലതും ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും തന്നെ അവിടെ നടക്കില്ല. അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷനാണ് പുറത്തുമുള്ളത്. അതിനുശേഷം അവിടെ വരുന്ന ആൾക്കാരിൽ ഒക്കെ കോട്ടയാണ്. ഒരു ലിമിറ്റ് ഉണ്ട് അവിടെ വരുന്ന ആൾക്കാർക്ക്. അങ്ങനെ തോന്നിയ പോലെ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് വരാനൊന്നും പറ്റൂല. അങ്ങനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം 10-20 കോടിയൊക്കെ ആൾക്കാർ അവിടെ വരാൻ തയ്യാറാണ്. പക്ഷെ അത് അനുവദിക്കൂല. 35 ലക്ഷം ഇപ്പോഴത്തെ കപ്പാസിറ്റി അതാണ്. 35 ലക്ഷം ആൾക്കാർ അത് വരാൻ മാത്രമേ സമ്മതിക്കുള്ളൂ ഹജ്ജിന്. അതിലും കൂടുതൽ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര കോട്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കോട്ടക്കനുസരിച്ചുള്ള ജനങ്ങൾക്ക് മാത്രമേ അവിടെ പോകാൻ സാധ്യമുള്ളൂ. അപ്പോൾ അതിൽ വരെ സുരക്ഷിതത്വമാണ് പാലിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, എല്ലാവരും കെട്ടിയെടുത്തിട്ട് 1.5-2 കോടിയോ എത്ര ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ 10 ലക്ഷം കൊള്ളുന്ന സ്ഥലത്താണ് ഈ 1 കോടി ആൾക്കാരൊക്കെ ചെല്ലുന്നത്. പിന്നെ അവിടെ പ്രശ്നമില്ലാതിരിക്കുമോ? അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ കുംഭമേളയിൽ ഒന്നും സിസ്റ്റം ഇല്ല ഒന്നിനും.
ഇത് ഭയങ്കര സിസ്റ്റമാണെന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഭയങ്കര വെടിപ്പും വൃത്തിയും. എന്നിട്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാര് അവിടെ ചെലവഴിക്കുന്നത്, ഈ സൗദി അറേബ്യയിൽ ചെലവഴിക്കുന്നത് ഏതാണ്ട് ഒരു മാസമാണ്. ആ ഒരു മാസം വളരെ സുഭദ്രമായിട്ട്, ഇതിപ്പോൾ മക്കയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മദീനയുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. 2 നഗരങ്ങളിൽ പോകണമല്ലോ, മക്കയിലും മദീനയിലും പോകണമല്ലോ. അപ്പോൾ ഈ 2 നഗരങ്ങളും ഇതേപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ ഭണ്ഡാരപ്പെട്ടിയില്ല, എല്ലാതും സർക്കാർ തന്നെ ചെലവാക്കും. എല്ലാ കാര്യങ്ങളും ഒരാളുടെ അടുത്ത് നിന്ന് ഒരു പൈസ പോലും വാങ്ങില്ല എന്ന് മാത്രമല്ല, അവിടെ ജനങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഇന്ത്യയിൽ കാണുന്നത് പോലെ ഭക്ഷണം കിട്ടുകയില്ല, ഇനി വല്ലവരും ഭക്ഷണം വെച്ചാലും അതിലേക്ക് പോലീസുകാർ വന്നിട്ട് മണൽ എടുത്ത് എറിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വീട് ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ ദ്രോഹികളും ഒന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ മനുഷ്യത്വം ഉള്ള ആൾക്കാരായത് കാരണം തന്നെ എല്ലാതും വളരെ വൃത്തിയും എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തരം ലഭ്യതയും ഉള്ള ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന ഭക്തജനങ്ങൾ സമാധാനത്തിൽ പോയിട്ട് അവരവരുടെ മതചടങ്ങുകൾ ചെയ്ത് സമാധാനത്തിൽ തിരിച്ചു വരികയും ചെയ്യാം. അങ്ങനെയാണ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഹജ്ജിന്റെ കാര്യം അവിടെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുന്നു, എത്ര വൃത്തിയായിട്ട് വെക്കുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്യാൻ ലോകത്ത് എവിടെ നടക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും സാധ്യമല്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.